ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് തോന്നാറുണ്ടോ നിങ്ങൾ സംസാരിക്കുന്നത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് ആണെന്ന്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ആ ഒരു ബേസിക് ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സമയമായി. അതിന് നിങ്ങളെ സഹായിക്കാൻ ഞാനിവിടെ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. അതിന്റെ ആദ്യത്തെ ലെസനാണിത്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കാനും പറയാനും എല്ലാം പോകുന്നത് നാച്ചുറൽ ഫ്രേസസ് ആയിരിക്കും. അതായത് നേറ്റീവ് സ്പീക്കേഴ്സ് ഒരിക്കലും ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് അല്ല ഉപയോഗിക്കുക. അവര് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രേസസ് ആണ് സംസാരത്തിൽ കൊണ്ടുവരിക. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരികയാണ്. അപ്പോൾ പുറത്തുണ്ടായ വളരെ രസകരമായ ഒരു കാര്യം നിങ്ങൾക്ക് വീട്ടിലാരുടെങ്കിലും പറയണമെന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങളിത് പറഞ്ഞു തുടങ്ങുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വളരെ പാസീവ് ആയിട്ടാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങൾ എന്ത് ചോദിക്കും? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും, അല്ലെ? അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവര് താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ്, അല്ലെ? അപ്പൊ അവര് നിങ്ങളോട് പറയാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് ഐ എം ലിസ്ണിങ് എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ആ ഒരു താല്പര്യം അവർക്ക് ഉണ്ടോ എന്ന് വരുന്നില്ല, അല്ലെ? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അവർക്ക് ഞാൻ കേൾക്കുന്നുണ്ട്, ഇൻട്രസ്റ്റോടെ കേൾക്കുന്നുണ്ട് എന്നൊരർത്ഥത്തില് പറയണമെങ്കിൽ അവരവിടെ കൊണ്ടുവരേണ്ടത് വേറൊരു ഫ്രേസ് ആണ്. അവർ പറയേണ്ടത് ഐ എം ഓൾ ഇയേഴ്സ് എന്നാണ്. ഐ എം ഓൾ ഇയേഴ്സ്. അപ്പൊ ഐ എം ലിസ്ണിംഗ് എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വളരെ താല്പര്യത്തോടെ വളരെ ഈഗറായിട്ട് കേൾക്കാൻ നിൽക്കുകയാണ് എന്നൊരർത്ഥം വരണമെങ്കിൽ അവിടെ ഐ എം ഓൾ ഇയേഴ്സ് എന്ന് വരണം. അപ്പൊ മനസ്സിലായോ ആ രണ്ട് സെന്റൻസസും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന്? അപ്പൊ അവിടെ ഓൾ ഇയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് കൊണ്ടുവന്നപ്പോ അർത്ഥം തന്നെ മാറി. അപ്പൊ ആ ഒരു അർത്ഥം, പ്രത്യേകിച്ച് ആ ഒരു അർത്ഥം കൺവേ ചെയ്യണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കണം. അതുപോലെയുള്ള കുറെ ഫ്രേസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി ഞാൻ വേറൊരു സിറ്റുവേഷൻ പറയാം. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറിൽ പോയിരിക്കാന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയേണ്ടത് ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം, നീ തീരുമാനിക്കുക എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നമുക്കത് വളരെ പ്ലെയിൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, യു ഡിസൈഡ്, അല്ലെങ്കിൽ ഇറ്റ്സ് യോർ ഡിസിഷൻ എന്ന് പറയാം, അല്ലെ? അതായത് നിന്റെ തീരുമാനത്തിന് ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ അത് കുറച്ചുകൂടി ഒരു ബെറ്റർ ലെവലിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ്സ് അപ് ടു യു. ഇറ്റ്സ് അപ് ടു യു എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ തീരുമാനം ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു, നിനക്ക് തീരുമാനിക്കാം, നിന്റെ തീരുമാനമാണ് ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നതാണ്. ഇറ്റ്സ് അപ് ടു യു. അപ്പൊ ഇറ്റ്സ് ഫോർ യു ടു ഡിസൈഡ് എന്നതിന് പകരം ഇറ്റ്സ് ഓൾ അപ് ടു യു എന്ന് പറയാം. അപ്പൊ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഇറ്റ്സ് അപ് ടു യു അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ അപ് ടു യു. അതായത് പൂർണ്ണമായി ഇത് തീരുമാനം ഞാൻ നിനക്ക് വിട്ടു തരുന്നു. ഇറ്റ്സ് ഓൾ അപ് ടു യു. പക്ഷേ നമ്മള് ഫ്രണ്ടിനോട് തീരുമാനിക്കാൻ പറഞ്ഞപ്പോ പുള്ളിക്ക് ഇത് തീരുമാനിക്കാൻ പറ്റുന്നില്ല, അതായത് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആള്. അപ്പൊ അവിടെ ആ കാര്യം വളരെ ബേസിക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഐ എം അൺഏബിൾ ടു മേക്ക് എ ഡിസിഷൻ, അല്ലെങ്കിൽ ഐ എം നോട്ട് ഏബിൾ ടു മേക്ക് എ ഡിസിഷൻ എന്ന് പറയും. അപ്പോൾ തീരുമാനം എടുക്കുക എന്നുള്ളതിന് നമ്മൾ ടു മേക്ക് എ ഡിസിഷൻ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ പറ്റുന്നില്ല എന്ന്, ഐ എം നോട്ട് ഏബിൾ, ഐ എം അൺഏബിൾ ടു മേക്ക് എ ഡിസിഷൻ എന്ന് പറയുന്നു. അതിന് പകരം അവിടെ പറയാവുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഐ എം ഇൻ ടു മൈൻഡ്സ്. ഐ എം ഇൻ ടു മൈൻഡ്സ് എന്ന് വെച്ചാൽ ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അതാണ് ഐ എം ഇൻ ടു മൈൻഡ്സ്. മനസ്സിലായോ? അവിടെ നമ്മൾ ഉപയോഗിച്ച ഫ്രേസ് ഏതാണ്? ഇൻ ടു മൈൻഡ്സ്. അപ്പൊ ഇവിടെ പറയുന്നത് ഐ എം ഇൻ ടു മൈൻഡ്സ്. ഇത് നമുക്ക് സെന്റൻസസിൽ ഉപയോഗിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ, പക്ഷെ എവിടെ പോണം എന്ന് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നമുക്ക് എന്താ പറയാവുന്നത്? ഐ എം ഇൻ ടു മൈൻഡ്സ് അബൌട്ട് വേ ടു ഗോ. മനസ്സിലായോ? ഐ എം ഇൻ ടു മൈൻഡ്സ് അബൌട്ട് വേ ടു ഗോ. അപ്പൊ അവിടെ അബൌട്ട് കൂടെ വരുന്നുണ്ട്. ഐ എം ഇൻ ടു മൈൻഡ്സ് അബൌട്ട് സംതിങ്. അപ്പൊ ഇവിടുത്തെ സംതിങ് എന്താണ്? എന്തിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ പറ്റാത്ത, എവിടെ പോണം എന്നുള്ളതിനെ കുറിച്ച്, അതാണ് ഇവിടെ വന്നത്. ഐ മീൻ ടു മൈൻഡ്സ് അബൌട്ട് വേ ടു ഗോ. ആളുകൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവള് കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ്, അതായത് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അവിടെ നമുക്ക് ഇതേ ഫ്രേസ് ഉപയോഗിക്കാം, ഷീസ് ഇൻ ടു മൈൻഡ്സ് അബൌട്ട് മാരേജ്. ഷീസ് ഇൻ ടു മൈൻഡ്സ് അബൌട്ട് മാരേജ്. ഇവിടെ മാരേജ് എന്ന് എഴുതിയിരിക്കുന്ന എങ്ങനെയാന്ന് കണ്ടല്ലോ, സ്പെല്ലിംഗ് കണ്ടില്ലേ? അവസാനം AGE ഉണ്ട്, പക്ഷെ മാരേജ് എന്ന് പറയണ്ട. ഓക്കെ, അവിടെ നമ്മൾ മാരേജ് എന്ന് പറഞ്ഞാൽ മതി. ഷീസ് ഇൻ ടു മൈൻഡ്സ് അബൌട്ട് മാരേജ്. ഇപ്പൊ ആ ഒരു ഫ്രേസ് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നിങ്ങൾ നോക്കൂ, നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു സെന്റൻസ് ആണിത്. ഐ ഹവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. കുറേ സമയമായി ഞാൻ കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുമല്ലോ. ഐ ഹവ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം. ഇവിടെ ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം പലപ്പോഴും നേറ്റീവ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുക
വേറൊരു ഫ്രേസ് ആണ്. ഫോർ ഏജസ് എന്ന് പറയും. ഏജസ്. അപ്പൊ ഏജ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ, പ്രായം എന്നാണ് അല്ലെ. പക്ഷെ ഇവിടെ ആ പ്രായവുമായിട്ട് ഒട്ടും ബന്ധം വരുന്ന രീതിയിലല്ല ഏജസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏജസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കുറേ സമയമായി എന്നാണ്. അപ്പോ നൂറ്റാണ്ടുകൾ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഏജസ് ഉപയോഗിക്കാം. പക്ഷെ കുറച്ചധികം സമയം എന്നുള്ള അർത്ഥത്തിലും പലപ്പോഴും നമ്മൾ ഏജസ് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്, കുറേ സമയമായി ഞാൻ കാത്തു നിൽക്കുന്നത്. ഐ ബീൻ വെയിറ്റിംഗ് ഫോർ ഏജസ്. അതായത് നമ്മുടെ ആ ഒരു അക്ഷമ കാണിക്കാനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു ഫ്രേസ് കൂടെ ഉപയോഗിക്കാം കേട്ടോ. ഐ ബീൻ വെയിറ്റിംഗ് ഫോർ എവർ എന്ന് പറയാം. ഐ ബീൻ വെയിറ്റിംഗ് ഫോർ എവർ എന്ന് വെച്ചാൽ കുറെ സമയമായി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കുറെ നേരമായല്ലോ നിൽക്കുന്നത്. അങ്ങനെ നിന്ന് കാല് കഴിക്കുമ്പോൾ നമ്മൾ പറയും എവിടെ പോയിരിക്കുകയായിരുന്നു, ഐ ബീൻ വെയിറ്റിംഗ് ഫോർ എവർ. നമ്മൾ ചിലപ്പോൾ പറയില്ലേ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറെ നാളായതുപോലെ, കുറെ കാലമായതുപോലെ തോന്നുന്നു, അങ്ങനെ പറയില്ലേ. അവിടെയും നമുക്ക് ഈ ഏജസ് എന്നുള്ളത് ഉപയോഗിക്കാം. പക്ഷെ അവിടെ ഫോർ ഏജസ് എന്ന് വേണ്ട, ഏജസ് മാത്രം മതി. ഇറ്റ് സീംസ് ലൈക്ക് ഏജസ് സിൻസ് വി ലാസ്റ്റ് സ്പോക്ക്. ഇറ്റ് സീംസ് ലൈക്ക് ഏജസ് എന്ന് വെച്ചാൽ കുറെ കാലമായതുപോലെ തോന്നുന്നു. എന്ത് കഴിഞ്ഞിട്ട്? നമ്മൾ അവസാനം സംസാരിച്ചു കഴിഞ്ഞിട്ട്. സിൻസ് വി ലാസ്റ്റ് സ്പോക്ക്. സിൻസ് എന്ന് വെച്ചാൽ അതിനുശേഷം, അവസാനം സംസാരിച്ച് പിരിഞ്ഞതിന് ശേഷം കുറെ കാലമായതുപോലെ തോന്നുന്നു. അതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. ഇറ്റ് സീംസ് ലൈക്ക് ഏജസ് സിൻസ് വി ലാസ്റ്റ് സ്പോക്ക്. നിങ്ങൾക്ക് അറിയാലോ, സ്പീക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. അപ്പൊ നമ്മൾ ഏജസ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കണ്ടു. ഫോർ ഏജസ് എങ്ങനെയാ പറയുന്നതെന്ന് കണ്ടു. ഫോർ ഏജസിന് പകരം ഫോർ എവർ എന്നും പറയാം അല്ലെ. ഇനി അതേപോലെ ഏജസ് ഉപയോഗിച്ച് നമുക്ക് ഏജസ് എഗോ എന്നൊരു ഫ്രേസ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് പറയേണ്ടത്, ആ മൂവി ഞാൻ പണ്ട് കുറെ കാലം മുമ്പ് കണ്ടു എന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം നമുക്ക്, ഐ സോ ദറ്റ് മൂവി എ ലോങ് ടൈം ബാക്ക്. അപ്പൊ ലോങ് ടൈം ബാക്ക് എന്ന് വെച്ചാൽ കുറെ കാലം മുൻപ് കണ്ടു എന്ന് പറയുന്ന ഒരു അർത്ഥം കിട്ടി അല്ലെ. അതിന് പകരം ഏജസ് എഗോ എന്ന് പറയാം. അപ്പൊ എങ്ങനെ പറയാ? ഐ സോ ദറ്റ് മൂവി ഏജസ് എഗോ. ഏജസ് എഗോ. ഐ സോ ദറ്റ് മൂവി ഏജസ് എഗോ. അപ്പോ ലോങ് ടൈം ബാക്ക് ആണ് ഏജസ് എഗോ. അപ്പൊ ഇവിടെ നമ്മൾ എഗോ എന്ന് വെച്ചാൽ ഉപയോഗിച്ചത് എന്തിനാന്ന് മനസ്സിലായില്ലേ? പണ്ട്, കുറെ കാലം മുൻപ് എന്നൊരർത്ഥം കിട്ടാൻ ഏജസ് മാത്രം പോരാ, ഏജസ് എഗോ. ചിലപ്പോ ചില തരം അരി വീട്ടിൽ വാങ്ങിച്ചിട്ട് വരുമ്പോ നമ്മൾ പറയില്ലേ, ഓ ഈ അരി വേകാൻ കുറെ നേരം പിടിക്കും, പറയില്ലേ അങ്ങനെ. അപ്പൊ ഇവിടെ അരി വേകാൻ എടുക്കുന്ന നേരം എന്ന് പറയുമ്പോൾ മണിക്കൂറുകളുടെ കാര്യമാണ് പറയുന്നത് അല്ലേ. അവിടെയും നമുക്ക് ഈ ഏജസ് എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ഏജസ് ഉപയോഗിച്ച് വരുന്ന ഫ്രേസ്, അത് വളരെ വേഴ്സറ്റൈൽ ആണ്. അതായത് കുറെ കാലം എന്നുള്ള അർത്ഥത്തിലും കുറച്ച് മണിക്കൂറുകളുടെ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും എല്ലാം നമുക്ക് ഏജസ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് പറയാവുന്നത്, ദിസ് റൈസ് ടേക്സ് ഏജസ് ടു കുക്ക് എന്നാണ്. ദിസ് റൈസ് ടേക്സ് ഏജസ് ടു കുക്ക്. ഇറ്റ് ടേക്സ് ഏജസ് എന്ന് വെച്ചാൽ നേരം കുറെ പിടിക്കും എന്നർത്ഥം. അതിന് പകരം നമുക്ക് ഈ ഏജസിന് പകരം ഫോർ എവർ എന്നുള്ളതും യൂസ് ചെയ്യാം. ദിസ് റൈസ് ടേക്സ് ഫോർ എവർ ടു കുക്ക്. കുറെ നേരം പിടിക്കുന്നു. ദിസ് റൈസ് ടേക്സ് ഫോർ എവർ ടു കുക്ക്. ഫോർ എവർ എന്ന് വെച്ചാൽ അതൊരൊറ്റ ഒരു വാക്കായിട്ടും എഴുതാം, അല്ലെങ്കിൽ രണ്ട് വാക്കുകളായിട്ട് എഴുതാം കേട്ടോ, ഫോർ എവർ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ എഴുതാം, ദിസ് റൈസ് ടേക്സ് ഫോർ എവർ ടു കുക്ക്. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. ഇപ്പോ നമ്മുടെ ഫ്രണ്ട് നമ്മളോട് എന്തെങ്കിലും ഒരു ഉപകാരം ആവശ്യപ്പെടുകയാണ്, ഒരു ഫേവർ ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത്, അത് ചെയ്യണം, നിന്നെ സഹായിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ടോ ഇപ്പൊ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പൊ അവിടെ നമ്മൾ എന്തായിരിക്കും പറയുക? ഐ റിയലി വോണ്ട് ടു ഹെൽപ്പ് യു ബട്ട് ഐ കാണ്ട്. ഐ റിയലി വോണ്ട് ടു ഹെൽപ്പ് യു എന്ന് വെച്ചാൽ ചെയ്യണം എന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അത് ചെയ്യാൻ അല്ലെ, പോസിബിൾ അല്ല. ബട്ട് ഐ കാണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പറയാം, ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, ആ അർത്ഥം മുഴുവനും അവിടെ വന്നു. കാരണം ഐ വിഷ് ഐ കുഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ നിർവാഹമില്ല, ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന അവസ്ഥയിലല്ല. അപ്പോ ആ അർത്ഥം കിട്ടാൻ പിന്നെ അവിടെ ഒരു ഐ എം സോറി ഒന്നും പറയാതെ തന്നെ ആ ഒരു അർത്ഥം അവിടെ വന്നു കഴിഞ്ഞു. ഐ വിഷ് ഐ കുഡ് ഹെൽപ്പ് യു. അപ്പൊ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കാന്നിരിക്കട്ടെ, കുറച്ചു നേരം കഴിഞ്ഞു, നിങ്ങൾക്ക് പോരാൻ സമയമാകുമ്പോൾ കുറച്ചു നേരം കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കണം എന്നുണ്ട്, കുറച്ചു നേരം കൂടെ അവിടെ തങ്ങണം എന്നുണ്ട്, പക്ഷെ പല കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പോരാതെ നിവൃത്തിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് പറയും? ഐ വിഷ് ഐ കുഡ് സ്റ്റേ ലോങ്കർ എന്ന് വെച്ചാല് ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്യാവുന്ന അവസ്ഥയിലല്ല. ഐ വിഷ് ഐ കുഡ് സ്റ്റേ ലോങ്കർ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് മനസ്സിലായോ? ഐ വിഷ് ഐ കുഡ്.
അതാണ് ഉപയോഗിക്കുന്നത്. ഐ വിഷ് ഐ കുഡ് സ്റ്റേ ലോങ്ങർ. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ആഗ്രഹം മാത്രമേ ഉള്ളൂ, ചെയ്യാൻ നിവൃത്തിയില്ല അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ഇതേ കാര്യം യൂസ് ചെയ്യാം. ഐ വിഷ് ഐ കുഡ് ഗോ ബാക്ക് ഇൻ ടൈം. ഐ വിഷ് ഐ കുഡ് ഗോ ബാക്ക് ഇൻ ടൈം. അവിടെ ആ കുഡ് തന്നെ വരണം കേട്ടോ. വുഡ് വന്നാൽ അർത്ഥം മാറും. അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്ത് നോക്കൂ. ഇപ്പൊ നിങ്ങളുടെ മകനോ മകളോ ആരെങ്കിലും വിദേശത്താണ്, അവർ എബ്രോഡ് ആണ്, പഠിക്കാനോ ജോലി ചെയ്യാനോ പോയിരിക്കാന്നിരിക്കട്ടെ. അപ്പൊ ക്രിസ്മസ് വരെയാണ്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് അവന് വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം അവന് വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല, സാഹചര്യമല്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഐ വിഷ് ഹി കുഡ് കം ഹോം ഫോർ ക്രിസ്മസ്. ഐ വിഷ് ഹി കുഡ് കം ഹോം ഫോർ ക്രിസ്മസ്. അപ്പൊ അവിടെ പറഞ്ഞത് ഐ വിഷ് ഹി കുഡ്. നമ്മൾ ആഗ്രഹിക്കുന്നു അവൻ വരണമായിരുന്നു അല്ലെ, വന്നിരുന്നെങ്കിലെന്ന്. അതുകൊണ്ടാണ് ഐ വിഷ് ഹി കുഡ് എന്ന് പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം ഓർത്തു നോക്കൂ. അവന് വേണമെങ്കിൽ വരാം, പക്ഷെ വരുമോ വരില്ലേന്ന് നമുക്കറിയില്ല. അപ്പൊ അവൻ വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പറയും ഐ വിഷ് ഹി വുഡ് കം ഹോം ഫോർ ക്രിസ്മസ്. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഇവിടെ അവന് സ്വാതന്ത്ര്യമുണ്ട്, വേണമെങ്കിൽ വരാം, ഒരു ചോയ്സ് ഉണ്ട്. പക്ഷെ വരുമോ വരില്ലേ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ വുഡ് ആണ് യൂസ് ചെയ്യുക. ഐ വിഷ് ഹി വുഡ് കം ഹോം ഫോർ ക്രിസ്മസ്. ഇങ്ങനെ ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ ബ്രദറിന് എന്തെങ്കിലും തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് നടക്കാൻ പോകണം എന്ന്. പക്ഷേ ഇയാളുടെ ജോലി സമയം വളരെ ടൈറ്റ് ആയതുകൊണ്ട് അയാൾക്ക് പോകാൻ പറ്റുന്നില്ല. പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് പറയും? അവൻ നടക്കാൻ പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പോവില്ല എന്ന് നമുക്കറിയാം, പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ പറയാ ഐ വിഷ് ഹി കുഡ് ഗോ ഫോർ എ വാക്ക് എന്നാണ്. ഐ വിഷ് ഹി കുഡ് ഗോ ഫോർ എ വാക്ക്. പക്ഷെ ഇയാൾക്ക് ഫ്രീ ടൈം ഉണ്ട്, വേണമെങ്കിൽ പോകാം, പക്ഷെ മടിയാണ്. അയാൾക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്, വേണമെങ്കിൽ പോകാം, പോകാതിരിക്കാം. അയാൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് അല്ലേ? അവിടെ നമ്മൾ എന്ത് പറയും? ഐ വിഷ് ഹി വുഡ് ഗോ ഫോർ എ വാക്ക്. വ്യത്യാസം മനസ്സിലായി ഇപ്പൊ നിങ്ങക്ക്? അപ്പോ ഈ ഐ വിഷ് കഴിഞ്ഞിട്ട് കുഡും വുഡും വരുന്നതിന്റെ ആ ഒരു സാഹചര്യം എന്താന്നുള്ളത് മനസ്സിലാക്കി ഉപയോഗിക്കണം കേട്ടോ. പലപ്പോഴും നമുക്ക് ആളുകൾക്ക് ജോലി ഇല്ലാത്ത കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും അല്ലെ? ഇപ്പോ നമ്മുടെ ഒരു ഫ്രണ്ടിന് ജോലി ഇല്ല കുറച്ച് നാളായിട്ടെന്നിരിക്കട്ടെ. അപ്പോൾ അവന് ഒരു വർഷമായിട്ട് ജോലി ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പറയാം, ഹി ഹസ് ബീൻ അൺഎംപ്ലോയിഡ് ഫോർ എ ഇയർ. ഹി ഹസ് ബീൻ അൺഎംപ്ലോയിഡ് ഫോർ എ ഇയർ എന്ന് വെച്ചാൽ ഒരു വർഷമായിട്ട് അൺഎംപ്ലോയിഡ് ആണ്, ജോലി ഇല്ല എന്നാണ് അർത്ഥം. പക്ഷെ അത് വളരെ പ്ലെയിൻ ആയിട്ട് പറയുന്ന ഒരു രീതിയാണ്, വളരെ ഡിറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു രീതിയാണ് അല്ലെ? അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഹി ഹസ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ഇയർ. അപ്പൊ ഔട്ട് ഓഫ് വർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയാണ്. മനസ്സിലായോ? മാത്രമല്ല അത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു രീതിയാണ്. ഹിസ് ബീൻ ഔട്ട് ഓഫ് വർക്ക്. അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ള, അത്ര ഹാർഷായിട്ട് തോന്നാത്ത ഒരു രീതിയാണ് ഈ ഔട്ട് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോയിരിക്കാന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നമ്മുടെ അവസ്ഥ ഇതാണ്, ഒരു വർഷമായിട്ട് നമുക്ക് ജോലിയില്ല, അല്ലെങ്കിൽ 6 മാസമായിട്ട് നമ്മൾ ജോലി ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് ഐ എം ഔട്ട് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ അതൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ആ വാക്കുകൾ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് പറയും. ഒരു ബെറ്റർ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. അവിടെ പറയാവുന്നത് ഐ എം ബിറ്റ്വീൻ ജോബ്സ് എന്നാണ്. അപ്പോൾ ഐ എം ബിറ്റ്വീൻ ജോബ്സ് റൈറ്റ് നൗ, അല്ലെങ്കിൽ കറന്റ്ലി ഐ എം ബിറ്റ്വീൻ ജോബ്സ് എന്ന് പറയാം. അതായത് ഇപ്പോൾ തൽക്കാലത്തേക്ക് എനിക്ക് ജോലിയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഉണ്ടായിരുന്ന ജോലി പോയി, അടുത്ത ജോലി കിട്ടിയിട്ടില്ല, അടുത്ത ജോലി സെർച്ച് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ഐ എം ബിറ്റ്വീൻ ജോബ്സ്. അതുപോലെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറില്ലേ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ അവിടെ എത്തും, അങ്ങനെ പറയുമല്ലോ. അതിന് നമുക്ക് പ്ലെയിൻ ആയിട്ട് വിൽ ബി ദേ സൂൺ എന്ന് പറയാം. വിൽ ബി ദേ സൂൺ. സൂൺ എന്ന് വെച്ചാൽ ഉടനെ, താമസിയാതെ അവിടെ എത്തും എന്നർത്ഥം അല്ലേ? അതിന് പകരം വിൽ ബി ദെയർ ഇൻ നോ ടൈം എന്നും പറയാം. അവിടെ അസൂൺ എന്നതിന് പകരം നമ്മൾ ഇൻ നോ ടൈം എന്ന് പറയാണ്. അതായത് ഉടനെ തന്നെ എന്ന അർത്ഥത്തിലാണ് ഇൻ നോ ടൈം പറയുന്നത്. നമുക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, നിനക്കത് പെട്ടെന്ന് തന്നെ ശീലമായിക്കോളും. അപ്പൊ അതെങ്ങനെ പറയും? യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് സൂൺ എന്ന് പറയാം. അതിന് പകരം ഈ ഇൻ നോ ടൈം യൂസ് ചെയ്ത് പറയാം. യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് ഇൻ നോ ടൈം. അതായത് ഒട്ടും താമസിക്കാതെ തന്നെ, പെട്ടെന്ന് തന്നെ നീ അതുമായിട്ട് പൊരുത്തപ്പെട്ടുകൊള്ളും, നിനക്കത് ശീലമായിക്കോളും. യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ് ഇൻ നോ ടൈം. നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, കുട്ടികൾ വളരെ പെട്ടെന്നാണ് വളരുന്നത്. അത് നമുക്ക് പ്ലെയിൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, കിഡ്സ് ഗ്രോ അപ്പ് സോ ഫാസ്റ്റ്.
സോ ഫാസ്റ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന്, ക്വിക്ലി എന്ന അർത്ഥത്തിലെ കിഡ്സ് ഗ്രോ അപ്പ് സോ ഫാസ്റ്റ്. അതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം, കിഡ്സ് ഗ്രോ അപ്പ് ഇൻ നോ ടൈം. നമ്മൾ കണ്ട ഫ്രേസ് ഉണ്ടല്ലോ, ഇൻ നോ ടൈം, അതാ യൂസ് ചെയ്തത്. കിഡ്സ് ഗ്രോ അപ്പ് ഇൻ നോ ടൈം. അല്ലെങ്കിൽ ഇൻ നോ ടൈം എന്നുള്ളതിന് പകരം ആ ഫ്രേസ് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, കിഡ്സ് ഗ്രോ അപ്പ് ബിഫോർ യു നോ ഇറ്റ്. അതായത് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ അവര് വളരും എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. കിഡ്സ് ഗ്രോ അപ്പ് ബിഫോർ യു നോ ഇറ്റ്. ബിഫോർ യു നോ ഇറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നതിന് മുൻപേ പെട്ടെന്ന് ഈ സംഭവം കഴിഞ്ഞിട്ടുണ്ടാവും. കിഡ്സ് ഗ്രോ അപ്പ് ബിഫോർ യു നോ ഇറ്റ്. ഒരു വീക്കെൻഡ് കഴിഞ്ഞ് പിറ്റേ ദിവസം മൺഡേ രാവിലെ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിന് മൺഡേ മോർണിംഗ് ബ്ലൂസ് എന്ന് പറയും അല്ലേ. അപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അടുത്ത വീക്കെൻഡ് ഇങ്ങ് എത്തും. അവിടെ നമുക്ക് എന്ത് പറയാം? ദ വീക്കെൻഡ് വിൽ ബി ഹിയർ ബിഫോർ യു നോ ഇറ്റ്. ദ വീക്കെൻഡ് വിൽ ബി ഹിയർ ബിഫോർ യു നോ ഇറ്റ്. നമ്മൾ അറിയുന്നതിന് മുൻപേ ടക്കെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അടുത്ത വീക്കെൻഡ് ഇങ്ങ് എത്തും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഈ ബിഫോർ യു നോ ഇറ്റ് എന്നുള്ള ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ബസ് ഉടനെ തന്നെ വരേണ്ടതാണ്, ബസ് വരാൻ സമയമായിട്ടുണ്ട്. ആ അർത്ഥത്തില് ദ ബസ് ഷുഡ് അറൈവ് സൂൺ എന്ന് പറയും. ദ ബസ് ഷുഡ് അറൈവ് സൂൺ. പക്ഷെ ഇങ്ങനെയാണ് പറയേണ്ടതെങ്കിലോ, ബസ് എപ്പോ വേണമെങ്കിലും വരാം. അതായത് ദ വരാറായിട്ടുണ്ട്, ഇനി എപ്പോ വേണമെങ്കിലും വരാം. ആ ഒരു അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ പറയുക ദ ബസ് ഷുഡ് അറൈവ് എനി ടൈം നൗ എന്നാണ്. അപ്പോ രണ്ടിന്റെയും വ്യത്യാസം മനസ്സിലായോ? ഇനി ഏത് നിമിഷവും വരാൻ കേട്ടോ എന്നൊരു അർത്ഥം കിട്ടാനാണ് നമ്മളിങ്ങനെ എനി ടൈം നൗ എന്ന് പറയുന്നത്. ദ ബസ് ഷുഡ് അറൈവ് എനി ടൈം നൗ. കുട്ടികള് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ലേ? അപ്പോ എപ്പോ വേണമെങ്കിലും റിസൾട്ട് വരാമെന്നുള്ളൊരു സ്റ്റേജ് വരുമല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദ റിസൾട്ട്സ് വിൽ ബി ഔട്ട് എനി ടൈം നൗ. എപ്പോ വേണമെങ്കിലും റിസൾട്ട്സ് പബ്ലിഷ്ഡ് ആവാം. ദ റിസൾട്ട്സ് വിൽ ബി ഔട്ട് എനി ടൈം നൗ. ഓഫീസില് പ്രിന്റർ എപ്പോ വേണമെങ്കിലും നിൽക്കാം എന്നുള്ളൊരു അവസ്ഥയിലാണ്, അത്ര മോശം അവസ്ഥയിലാണ്. ഇടയ്ക്ക് 2 തട്ട് തട്ടുമ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ദ പ്രിന്റർ കുഡ് സ്റ്റോപ്പ് വർക്കിംഗ് എനി ടൈം നൗ. ഏത് നിമിഷത്തിലും പണി മുടക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ദ പ്രിന്റർ കുഡ് സ്റ്റോപ്പ് വർക്കിംഗ് എനി ടൈം നൗ. അതുപോലെ പെട്ടെന്ന് എന്നൊരു അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ സഡൻലി എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുക. ശരിയല്ലേ? അപ്പോ കാറ് പെട്ടെന്ന് നിന്നു എന്നുള്ളതിന് നമുക്ക് വളരെ ബേസിക് ആയിട്ട് ഇങ്ങനെ പറയാം, ദ കാർ സഡൻലി സ്റ്റോപ്ഡ്, അല്ലെങ്കിൽ ദ കാർ സ്റ്റോപ്ഡ് സഡൻലി ഇങ്ങനെ പറയാം. പക്ഷേ ഈ സഡൻലി എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും പറയാം, ദ കാർ സ്റ്റോപ്ഡ് ഓൾ ഓഫ് എ സഡൻ. ദ കാർ സ്റ്റോപ്ഡ് ഓൾ ഓഫ് എ സഡൻ എന്ന് വെച്ചാൽ സഡൻലി തന്നെയാണ് ഈ ഓൾ ഓഫ് എ സഡൻ നമ്മൾ പറഞ്ഞത്. പെട്ടെന്ന് അങ്ങ് ഒരു കാര്യം നടന്നു എന്ന്. ദ കാർ സ്റ്റോപ്ഡ് ഓൾ ഓഫ് എ സഡൻ. പക്ഷെ നമ്മളിങ്ങനെ ഈ ഓൾ ഓഫ് എ സഡൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു കാര്യം പെട്ടെന്ന് അങ്ങ് നടന്നു എന്നൊരു അർത്ഥം മാത്രമേ വരുന്നുള്ളൂ അല്ലെ. അത് അപ്രതീക്ഷിതമായി, ഒട്ടും നനച്ചിരിക്കാതെ, അങ്ങനെ ഒരു അർത്ഥം കൂടെ വരണമെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേറൊരു ഫ്രേസ് ഉണ്ട്. അതൊരു ഇഡിയമാണ്. അവിടെ നമ്മൾ ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഇഡിയം എന്നൊക്കെ പറയുന്നത്, അത് മലയാളത്തിൽ നമ്മൾ അതിനെ ശൈലി എന്ന് പറയും. അതായത് ഇവിടെ ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് വെച്ചാൽ ബ്ലൂവിൽ നിന്ന് എന്നൊരു അർത്ഥം അവിടെ വരുന്നില്ലല്ലോ. അപ്പൊ ലിറ്ററൽ ആയിട്ട് ആ പറയുന്ന കാര്യം അതിന്റെ മീനിങ് എടുത്താൽ ശരിയാവില്ല. വളരെ ഫിഗറേറ്റീവ് ആയിട്ട് പറയുന്ന ഒരു രീതിയാണത്. മനസ്സിലായോ? അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നനച്ചിരിക്കാതെ സംഭവിച്ചു, പെട്ടെന്ന് അപ്രതീക്ഷിതമായി എന്നൊരർത്ഥം കിട്ടണമെങ്കിൽ നമുക്ക് ഔട്ട് ഓഫ് ദി ബ്ലൂ എന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഈ അപ്രതീക്ഷിതമായി എന്നുള്ളത് നമുക്ക് വളരെ ബേസിക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യാവുന്ന വാക്ക് എന്താണ്? അൺഎക്സ്പെക്റ്റഡ്ലി എന്നാണ് അല്ലെ. തീർത്തും പ്രതീക്ഷിക്കാതെ, ഒട്ടും പ്രതീക്ഷിക്കാതെ. അപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ മഴ പെയ്യാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് അൺഎക്സ്പെക്റ്റഡ്ലി എന്ന് പറയും. അതിന് പകരമാണ് നമ്മൾ ഈ ഔട്ട് ഓഫ് ദി ബ്ലൂ യൂസ് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ഔട്ട് ഓഫ് ദി ബ്ലൂ. അപ്പോൾ അതേ അർത്ഥം കിട്ടി, പക്ഷെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇപ്പോൾ ആ ഒരു ബേസിക് ലെവലിലല്ല നിൽക്കുന്നത്. അതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ഫ്രേസസ്, ഇഡിയംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുമായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ ഒരു കോള് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ ഈ ഔട്ട് ഓഫ് ദി ബ്ലൂ യൂസ് ചെയ്ത് ഇങ്ങനെ പറയാം, ഔട്ട് ഓഫ് ദി ബ്ലൂ ഷീ കോൾഡ് മീ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. ഔട്ട് ഓഫ് ദി ബ്ലൂ. മനസ്സിലായോ? അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാതെ, നനച്ചിരിക്കാതെ വന്നൊരു കാര്യമായിട്ട് ആ ഒരു അർത്ഥം അവിടെ കൺവേഡ് ആവും. ഔട്ട് ഓഫ് ദി ബ്ലൂ ഷീ കോൾഡ് മീ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. ഇനി വേറൊരു സിറ്റുവേഷൻ. നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഒരുപാട് തവണ ഫോണിൽ വിളിക്കാൻ നോക്കി, പക്ഷെ പ്രയോജനം ഒന്നും ഉണ്ടായില്ല. അപ്പൊ അത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഐ ട്രൈഡ് കോളിംഗ് ഹർ ബട്ട് ഇറ്റ് വാസ് ഓഫ് നോ യൂസ്. ഐ ട്രൈഡ് കോളിംഗ് ഹർ ബട്ട് ഇറ്റ് വാസ് ഓഫ് നോ യൂസ്. അവിടെ യൂസ് എന്ന് പറയുന്നത് നൗൺ ആയിട്ടാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ നൗൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ യൂസ് എന്നാണ് പറയുക, യൂസ് വേണ്ട. വേർബ് ആണ് യൂസ്. നൗൺ ആയിട്ട് വരുമ്പോൾ യൂസ് മാത്രമാണേ.
അപ്പൊ ഈ ഒരു കാര്യം ഓഫ് നോ യൂസ് എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ഞാനിപ്പോ പറയാം. ഈ സെന്റൻസ് നമുക്ക് അങ്ങനെ എഴുതാം. ഐ ട്രൈഡ് കോളിംഗ് ഹർ ഇൻ വെയിൻ. ഇൻ വെയിൻ എന്ന് വെച്ചാല് ഒരു പ്രയോജനവും ഉണ്ടാകാതെ ഒരു കാര്യം ചെയ്തു, ആ പ്രയോജനമില്ലാതെ എന്നൊരർത്ഥത്തിലാണ് നമ്മൾ ഈ ഇൻ വെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊരു ഫ്രേസ് ആണ്. എന്താ പറയുന്നത്? ഐ ട്രൈഡ് കോളിംഗ് ഹർ ഇൻ വെയിൻ എന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളൊരു അർത്ഥം അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഇറ്റ് വാസ് ഓഫ് നോ യൂസ് എന്നൊക്കെ ആദ്യം പറഞ്ഞില്ലേ, അതിന് പകരമാണ് ഇൻ വെയിൻ എന്ന് പറയുന്നത്. ഐ ട്രൈഡ് കോളിംഗ് ഹർ ഇൻ വെയിൻ. എന്റെ ശ്രമമെല്ലാം പാഴായി എന്നുള്ളതിന് ഓൾ മൈ എഫേർട്സ് were യൂസ്ലെസ് എന്ന് പറയാം. ഓൾ മൈ എഫേർട്സ് were യൂസ്ലെസ്. യൂസ്ലെസ് എന്ന് വെച്ചാൽ പ്രയോജനം ഉണ്ടായില്ല. അതിന് പകരം ഇൻ വെയിൻ യൂസ് ചെയ്യാം. ഓൾ മൈ എഫേർട്സ് were ഇൻ വെയിൻ. ഓൾ മൈ എഫേർട്സ് were ഇൻ വെയിൻ. മനസ്സിലായോ? ഇൻ വെയിൻ, ഒരു പ്രയോജനം ഉണ്ടായില്ല, പാഴായി എന്നാണ് അർത്ഥം. അതുപോലെ വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നീ എന്താ വൈകിയേ? കാരണമല്ലേ ചോദിക്കുന്നേ. നീ എന്തുകൊണ്ടാ വൈകിയേ? അവിടെ നമ്മൾ എന്തായിരിക്കും സാധാരണ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്? വൈ ആർ യു ലേറ്റ് അല്ലേ? വൈ ചോദിച്ചാൽ മതി. വൈ ആർ യു ലേറ്റ് മതിയല്ലോ. പക്ഷെ അതിന് പകരം കുറച്ചുകൂടെ ഒന്ന് സോഫൻ ചെയ്ത് നമുക്ക് ഇങ്ങനെ പറയാം, ഹൗ കം യു ആർ ലേറ്റ്. അപ്പോ എന്തുകൊണ്ടാ വൈകിയെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷെ ഇറ്റ്സ് ലെസ് ഡിറക്റ്റ്. അപ്പൊ അവിടെ ചോദിക്കാവുന്നത് ഹൗ കം യു ആർ ലേറ്റ്. എന്താ പറ്റിയ ലേറ്റ് ആകാൻ എന്നാണ്. ഹൗ കം യു ആർ ലേറ്റ്. എന്താ ആരും എന്നോട് ഇതിനെക്കുറിച്ച് പറയാതിരുന്നത്? വൈ എന്ന് ചോദിക്കാതെ നമുക്ക് പറയാം, ഹൗ കം നോ വൺ ടോൾഡ് മീ ഏർലിയർ. ഹൗ കം നോ വൺ ടോൾഡ് മീ ഏർലിയർ. അപ്പൊ അവിടെ വൈ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. മനസ്സിലായോ? എന്തുകൊണ്ട് എന്നൊരു ചോദ്യവും അതിന്റെ ഉത്തരവും ഒന്നും നമ്മളവിടെ പ്രതീക്ഷിക്കാതെ കുറച്ചുകൂടെ സോഫൻ ചെയ്താണ് പറയുന്നത്. ഹൗ കം നോ വൺ ടോൾഡ് മീ ഏർലിയർ. എന്താ നീ എന്റെ മെസ്സേജ് കാണാതിരുന്നത്, എന്റെ ടെക്സ്റ്റ് കാണാതിരുന്നത് എന്താ? ഹൗ കം യു ഡിഡ്ന്റ് സീ മൈ ടെക്സ്റ്റ്. ഹൗ കം യു ഡിഡ്ന്റ് സീ മൈ മെസ്സേജ് അല്ലെങ്കിൽ മൈ ടെക്സ്റ്റ്. അപ്പോൾ പലപ്പോഴും ഡെയിലി കോൺവെർസേഷൻസിൽ നമുക്ക് ഈ വൈ എന്നുള്ളതിന് പകരം ഹൗ കം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തൊരു ഫ്രേസ് കാണുകയാണ് കേട്ടോ. ഇതാ ഈ സെന്റൻസ് നോക്കൂ. ദ പ്ലാൻ ഇസ് ഓൾമോസ്റ്റ് റെഡി. അതായത് പ്ലാൻ ഏകദേശം അല്ലെങ്കിൽ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. ദ പ്ലാൻ ഇസ് ഓൾമോസ്റ്റ് റെഡി. ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് മോർ ഓർ ലെസ്. മോർ ഓർ ലെസ്. അപ്പൊ ഇവിടെ എന്താ പറയാ? ദ പ്ലാൻ ഇസ് മോർ ഓർ ലെസ് റെഡി. മനസ്സിലായോ? ആ ഓൾമോസ്റ്റിന് പകരമാണ് നമ്മളിവിടെ മോർ ഓർ ലെസ് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടത് ഏറെക്കുറെ സത്യമാണ്. വാട്ട് യു ഹേർഡ് ഇസ് മോസ്റ്റ്ലി ട്രൂ എന്ന് പറയാം. അതിന് പകരം വാട്ട് യു ഹേർഡ് ഇസ് മോർ ഓർ ലെസ് ട്രൂ എന്ന് പറയാം. രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിന്റെ ലെവൽ നോക്കുമ്പോൾ ആദ്യത്തേത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ്. മനസ്സിലായോ? ആ മോസ്റ്റ്ലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എന്ന് പറയുമ്പോൾ. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് മോർ ഓർ ലെസ് ആണ്. വാട്ട് യു ഹേർഡ് ഇസ് മോർ ഓർ ലെസ് ട്രൂ. പിന്നെ ഏകദേശം എന്നുള്ളൊരു അർത്ഥം കിട്ടാനും നമ്മൾ ഈ മോർ ഓർ ലെസ് എന്നുള്ളത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് പറയേണ്ടത് അവൻ ഏറെക്കുറെ അല്ലെങ്കിൽ ഏകദേശം എന്റെ പ്രായമാണ്. ആ അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ, ഹീസ് റഫ്ലി മൈ ഏജ് എന്ന് പറയും. ഹീസ് റഫ്ലി മൈ ഏജ് എന്ന് വെച്ചാൽ ഹീ ഇസ് അപ്രോക്സിമേറ്റ്ലി മൈ ഏജ്. ഏതാണ്ട് എന്റെ പ്രായമാണ് ആ അർത്ഥത്തിലാണേ. അവിടെ നമുക്ക് മോർ ഓർ ലെസ് യൂസ് ചെയ്യാം. ഹീസ് മോർ ഓർ ലെസ് മൈ ഏജ്. ഹീസ് മോർ ഓർ ലെസ് മൈ ഏജ്. കണ്ടോ എങ്ങനെയൊക്കെയാണ് നമ്മൾ മോർ ഓർ ലെസ് എന്നുള്ളത് യൂസ് ചെയ്യുന്നതെന്ന്? ഏകദേശം അല്ലെങ്കിൽ ഏറെക്കുറെ, അപ്പോൾ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ്ലി, അപ്രോക്സിമേറ്റ്ലി, ഈ അർത്ഥത്തിലെല്ലാം നമുക്ക് മോർ ഓർ ലെസ് കൊണ്ടുവരാം. ഇനി നമുക്ക് അടുത്ത ഫ്രേസ് നോക്കാം. ഭയങ്കര തിരക്കിലാണ്, വളരെ തിരക്കിലാണ് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ സാധാരണ പറയുക? വെരി ബിസി എന്ന് പറയും അല്ലേ? അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം മുഴുവൻ വല്ലാത്ത തിരക്കിലാണ് എന്നുള്ളതിന് ഐ ഹാവ് ബീൻ വെരി ബിസി ഓൾ ഡേ എന്ന് പറയും. ഐ ഹാവ് ബീൻ വെരി ബിസി ഓൾ ഡേ. ഓൾ ദ ഡേ ഇല്ലാട്ടോ, ഓൾ ഡേ മാത്രമേ ഉള്ളേ. ഇനി ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന പുതിയ ഫ്രേസ് എന്താണെന്നറിയാമോ? വെരി ബിസി എന്നുള്ളതിന് പകരം ഓൺ ദ ഗോ എന്ന് പറയും. ഓൺ ദ ഗോ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഐ ഹാവ് ബീൻ ഓൺ ദ ഗോ ഓൾ ഡേ. അത്രയേ ഉള്ളൂ. ഐ ഹാവ് ബീൻ ഓൺ ദ ഗോ ഓൾ ഡേ. അപ്പൊ ആദ്യം നമ്മൾ വെരി ബിസി എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഓൺ ദ ഗോ എന്ന് പറയുന്നു. അത് മാത്രമാണ് വരുത്തുന്ന ചേഞ്ച്. വീട്ടില് കുട്ടികളുണ്ട്, കുട്ടികൾ കാരണം നമ്മൾ എപ്പോഴും ബിസി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മൈ കിഡ്സ് കീപ് മീ ഓൾവേസ് ഓൺ ദ ഗോ. മൈ കിഡ്സ് കീപ് മീ ഓൾവേസ് ഓൺ ദ ഗോ. ഓൾവേസ് ബിസി എന്ന്, വെരി ബിസി എന്ന്, അതാണ് ഓൺ ദ ഗോ വന്നത്.
ഇനി ചിലപ്പോൾ നമ്മളിങ്ങനെ പറയില്ലേ, ഇന്ന് നല്ലൊരു ദിവസമായിരിക്കും, ഉറപ്പാണ്. അപ്പൊ ഉറപ്പാണ്, ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്നാണ് പറയുക. ഡെഫിനറ്റ്ലി. അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ഉണ്ട്. അപ്പൊ ഈ സെന്റൻസ് ഞാൻ മാറ്റി ഇങ്ങനെ പറയുന്നത്, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ ഫോർ ഷോർ. ഫോർ ഷോർ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും തന്നെയാണ് അർത്ഥമാകുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത്, കുറച്ച് ഫോർമൽ ആയിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് രീതി മാറ്റി വളരെ നാച്ചുറൽ ആയിട്ട് പറയുന്ന ഒരു രീതിയാണ് ഫോർ ഷോർ. ഉറപ്പാണ് എനിക്കെന്ന്. ഫോർ ഷോർ എന്തായാലും അങ്ങനെ ആയിരിക്കും. മനസ്സിലായോ? അതിനാണ് ഫോർ ഷോർ എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തായാലും അവിടെ ഉണ്ടായിരിക്കും, അവിടെ എത്തിയിട്ടുണ്ടാവും. വിൽ ബി ദേ ഫോർ ഷോർ. മനസ്സിലായോ? അപ്പൊ ഷോർലി എന്ന് പോലും അല്ല പറയുന്നത്, ഫോർ ഷോർ. വിൽ ബി ദേ ഫോർ ഷോർ. ആ ഫോർ ഷോർ എന്ന് പറയുന്നതാണ് ആ ഒരു ഫ്രേസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി, ലേ ഓഫ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞാൻ വേറൊരു ജോലി നോക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്, അല്ലേ? അപ്പൊ അവിടെ എന്താ പറയാവുന്നത്? ഐ വിൽ ഹാവ് ടു ഫൈൻഡ് എ ന്യൂ ജോബ്, ദാറ്റ്സ് ഫോർ ഷോർ. ഐ വിൽ ഹാവ് ടു ഫൈൻഡ് എ ന്യൂ ജോബ്, ദാറ്റ്സ് ഫോർ ഷോർ. ആ ഒരു കാര്യം ഉറപ്പാണെന്ന്, അതിൽ ഇനി ആലോചിക്കാൻ ഒന്നുമില്ല, ഉറപ്പാണ്. ഐ വിൽ ഹാവ് ടു ഫൈൻഡ് എ ന്യൂ ജോബ്, ദാറ്റ്സ് ഫോർ ഷോർ. അപ്പൊ നമ്മളിന്ന് ഒരുപാട് ഫ്രേസസും ചില ഇഡിയംസും ഒക്കെ കണ്ടു, അല്ലേ? അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാനിവിടെ 3-4 സെന്റൻസസ് നിങ്ങൾക്ക് തരികയാണ്. ഞാനത് മലയാളത്തിൽ പറയാം, നിങ്ങളത് ശരിയായിട്ടുള്ള ഫ്രേസ്, അതിന് ആപ്റ്റായിട്ടുള്ള ഫ്രേസ് നമ്മളിന്ന് കണ്ടല്ലോ, അതിൽ നിന്ന് ചൂസ് ചെയ്ത് ശരിയായിട്ടുള്ളത് യൂസ് ചെയ്യൂ കേട്ടോ. കാറ് വാങ്ങണോ എന്നതിനെ കുറിച്ച് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു ഫ്രേസ് ഓർമ്മയുണ്ടോ? അത് ശരിയായിട്ടുള്ള ഫ്രേസ് നിങ്ങൾ യൂസ് ചെയ്യൂ, പ്രോപ്പറായിട്ട് സെന്റൻസ് ഉണ്ടാക്കൂ. അടുത്തത് സിറ്റുവേഷൻ ഇതാണ്. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് കുറച്ച് പണം കടമായിട്ട് ചോദിച്ചു, പക്ഷെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, നിങ്ങളുടെ കയ്യിൽ പണം ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നേ? എനിക്ക് നിനക്ക് പണം തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ നമ്മളൊരു ഫ്രേസ് കണ്ടില്ലേ, അത് ഉപയോഗിച്ച സെന്റൻസ് പറയൂ. അപ്പൊ കടം കൊടുക്കുക എന്നുള്ളതിന് ലെൻഡ് എന്ന വാക്കാണ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ നേരത്തെ അതൊക്കെ കണ്ടിട്ടുണ്ട്, എങ്കിലും ഞാൻ പറഞ്ഞതാ. ഇനി അടുത്തത്, അവൾ എന്താ ഇന്ന് ഇത്ര ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നത്, ഇങ്ങനെ മൗനമായിട്ട് മിണ്ടാതിരിക്കുന്നത് എന്താ? അത് നമ്മൾ എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്, പക്ഷെ കുറച്ചൊന്ന് സോഫ്റ്റ് ചെയ്ത് ചോദിക്കാൻ അത് എങ്ങനെയാണ് ചോദ്യം തുടങ്ങുക? ആലോചിക്കൂ. 4-മത്തത്, ഇപ്പൊ നിങ്ങൾ എവിടേക്കെങ്കിലും യാത്രയ്ക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുക എന്നിരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് പറയേണ്ടത്, ഞങ്ങള് ഇറങ്ങാൻ ഏറെക്കുറെ തയ്യാറാണ് എന്നാണ്. ഏറെക്കുറെ അതാണ് വരേണ്ടത്. അപ്പൊ ഇറങ്ങുക എന്നുള്ളതിന് നമ്മൾ ലീവ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമല്ലോ. എങ്ങനെ പറയും അത്? ആ ഒരു ഫ്രേസ് ഉപയോഗിച്ചിട്ട് ആലോചിച്ച് ഈ 4 സെന്റൻസസും ഇംഗ്ലീഷിൽ ശരിയായിട്ട് കൺസ്ട്രക്ട് ചെയ്യൂ, എന്നിട്ട് ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ എന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോമൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുമ്പോൾ, ഫീഡ്ബാക്ക് അറിയുമ്പോൾ എനിക്ക് അടുത്ത ലെസൺ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ, അല്ലെങ്കിൽ എന്താണ് ശരിയാക്കേണ്ടത്, എന്തുകൂടെ ആഡ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ അത് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തതിൽ കാണാം. അതുവരെ